കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടം വോട്ടായി മാറുമെന്നും മതസാമുദായിക വേർതിരിവോടെ തെരഞ്ഞെടുപ്പിനെ സമീപിക്കില്ലെന്നും അങ്കമാലിയിൽ UDF സ്ഥാനാർത്ഥി റോജി എം ജോൺ. വികസന മുരടിപ്പാണ് LDF പറയുന്നതെങ്കിൽ അതിന് കാരണം സംസ്ഥാന സർക്കാരാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എതിർ സ്ഥാനാർത്ഥിക്ക് പുതിയ കാലടിപ്പാലത്തിലൂടെ പെരുമ്പാവൂരിലേക്ക് മടങ്ങാമെന്നും റോജി എം ജോൺ മീഡിയ വണ്ണോട് പറഞ്ഞു. അങ്കമാലി UDFന്റെ ഉരുക്കു കോട്ടയാണ്. ആ കോട്ടയിൽ ഒരു വിള്ളലുണ്ടാവില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഇത്തവണ വിജയം കൈവരിക്കാൻ സാധിക്കും എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ 10 വർഷക്കാലം ഈ മണ്ഡലത്തിലൊരു ജനപ്രതി എന്ന നിലയിൽ ജനങ്ങളുടെ ഇടയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഇന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഈ സർക്കാരിനെ താഴെ ഇറക്കണം, എങ്ങനെയെങ്കിലും ഈ ദുർഭരണം അവസാനിപ്പിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് കേരളത്തിൽ ഈ ഭരണം അവസാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. 10 വർഷമായിട്ട് കേരളത്തിൽ ഒന്നും നടന്നിട്ടില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ കാലടിയിൽ പുതിയ പാലം നിർമ്മിക്കാൻ വേണ്ടി 42 കോടി രൂപ അനുവദിച്ചാണ്. അന്ന് ആ പാലം പണിയാൻ സാധിച്ചിട്ടില്ല. ആ തുക വിനിയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കാലടി പാലം പണിയുകയും ആ പാലത്തിൻ്റെ പണി അന്തിമഘട്ടത്തിലുമാണ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ പാലത്തിൻ്റെ പണി പൂർത്തിയാവും. അദ്ദേഹത്തിന് ആ പാലത്തിലൂടെ തിരിച്ച് പെരുമ്പാവൂർക്ക് പോകാം.